ഇഡിക്ക് നേരെ പശ്ചിമബംഗാളിലുണ്ടായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന അധീർ രഞ്ജൻ ചൌധരിയുടെ പ്രസ്താവന തള്ളി എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നത് കോൺഗ്രസിനുള്ള അഭിപ്രായമല്ല. ബംഗാളിലെ സ്ഥിതി ദൗർഭാഗ്യകരമാണ് എന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നയമല്ല. അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ PCC പ്രസിഡന്റ് പറയുന്ന അവിടുത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പക്ഷേ അത് അവിടെ തന്നെ ഉള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വിവരങ്ങൾ നൽകുവാനായി വിഷ്ണുപ്രസാദ് ചേരുകയാണ്. വിഷ്ണു, എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ അധീർ രഞ്ജൻ ചൌധരിയെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇന്ന് പത്രസമ്മേളനം നടത്തിയത്. അതും ബംഗാളിലെ വിഷയവുമായി ബന്ധപ്പെട്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പശ്ചിമബംഗാളിലെ അക്രമ സംഭവങ്ങൾ ദൗർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ച കെ.സി. വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് അധീർ രഞ്ജൻ ചൌധരി അവിടുത്തെ സാഹചര്യം കണക്കിലെടുത്തായിരിക്കും അത്തരം പ്രസ്താവന നടത്തിയത്. എന്നാൽ അത്തരമൊരു അഭിപ്രായം കോൺഗ്രസിനില്ല. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന അഭിപ്രായം കോൺഗ്രസിനില്ല. അതുകൊണ്ട് തന്നെ അധീർ രഞ്ജൻ ചൌധരിയുടെ പ്രസ്താവന കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള പ്രസ്താവനയല്ല എന്നും കോൺഗ്രസിന്റെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ.സി. വേണുഗോപാൽ പറയുകയുണ്ടായി. എന്തായാലും നേരത്തെ ഈ വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു. BJP ആരോപിച്ചത് റോഹിംഗ്യൻ ആളുകളാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾക്ക് പിന്നിലെന്നും NIA അന്വേഷണം വേണമെന്നുമായിരുന്നു. എന്തായാലും ഇത്തരം വലിയ വിവാദങ്ങളിലേക്ക് പോകുമ്പോഴും തൃണമൂൽ കോൺഗ്രസ് ഈ നേതാക്കളെയും അതോടൊപ്പം തന്നെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രവർത്തകരെയും ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളും ബംഗാളിൽ തുടരുകയാണ്. ശരി വിഷ്ണു.